ഇപ്പോൾ വലിയ ആശങ്കയായി മാറുകയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, ജാഗ്രതയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ചികിത്സയിലുള്ളവരുടെ എണ്ണം കൂടുകയാണ്. ഇന്നലെ 2 പേർക്ക് കൂടി ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 11 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ പരിശോധനകൾ നടത്തുന്നതാണ് കൂടുതൽ അമീബിക് മസ്തിഷ്ക കേസുകൾ കണ്ടെത്താൻ കാരണമെന്ന് ഡോക്ടർ അബ്ദുൾ റൌഫ് പറയുന്നു. ഓരോ വർഷവും ചൂട് വർദ്ധിക്കുന്നതും അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകാൻ കാരണമാകുന്നുവെന്നും ഡോക്ടർ പറയുന്നു. ഇൻക്രീസ്ഡ് അവയർനെസ്, അതായത് പബ്ലിക്കിനും ഫിസിഷ്യൻസിനും ഡോക്ടേഴ്സിനും ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ അവെയറായി എന്നുള്ളതാണ്. കൂടുതൽ ടെസ്റ്റുകൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ മുങ്ങിക്കുളിക്കുകയോ ചാടിക്കുളിക്കുകയോ ചെയ്യുമ്പോൾ ഈ അമീബ നമ്മുടെ മൂക്ക് വഴി ഒരു ക്രിബ്രിഫോം പ്ലേറ്റ് എന്നൊരു പ്ലേറ്റ് വഴി ബ്രെയിനിലോട്ട് ഇൻവൈഡ് ചെയ്തിട്ടുണ്ടാവുന്ന ഇൻഫെക്ഷനെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. ക്ലോറിനേറ്റ് ചെയ്യാത്ത കിണറുകളിലെയും ടാങ്കുകളിലെയും വെള്ളം സാധാരണഗതിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കില്ല. എന്നാൽ അത്തരം വെള്ളം ഉപയോഗിച്ച് ഒരാൾ മൂക്കിലൂടെ ഉള്ളോട്ടേക്ക് വലിച്ചു കയറ്റുന്ന ഒരു പ്രക്രിയ, അത് എന്തിനു വേണ്ടിയെങ്കിലും ചെയ്താൽ അത് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാവാനുള്ള വളരെ അപൂർവമായിട്ടുള്ള ഒരു സാധ്യതയാണ്. നമ്മുടെ കിണറുകളും ടാങ്കുകളും ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അവയും അതിന്റെ മാനദണ്ഡം പ്രകാരം ക്ലോറിനേറ്റ് ചെയ്യേണ്ടതും അവ ശുദ്ധീകരിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് നമുക്കിപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. അപ്പം ഈ ഡോക്ടർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അല്പം ആശ്വാസമുണ്ട്. കാരണം ഈ കേസുകൾ കൂടുന്നു, രോഗികളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ആശങ്കയാണ്. പക്ഷേ ഈ ഡോക്ടർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കൂടുതൽ പരിശോധനകൾ നടത്തുന്നു. പണ്ടൊന്നും ഇത്രയും പരിശോധനകൾ ഉണ്ടായിരുന്നില്ല. കൂടുതൽ പരിശോധനകൾ നടത്തും. അപ്പോൾ രോഗം കണ്ടെത്തുന്നു, രോഗബാധിതരെ കണ്ടെത്തുന്നു, അവരെ ചികിത്സിക്കാൻ കഴിയുന്നു എന്ന രീതിയിൽ നമുക്കറിയുന്നത് അത് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഷഹീദ്, ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം തുടങ്ങിയ ഘട്ടത്തിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളത് ഇവിടെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് അത് 1-2 കേസുകളായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം അത് 38 കേസുകളായി വർദ്ധിച്ചു. ഇത്തവണയും ഈ വർഷവും ഇപ്പോൾ 11 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ആയി ചികിത്സയിലുണ്ട്. 2 പേർ കൂടി ഇന്നലെ സ്ഥിരീകരിച്ചു. ഈ വർഷം ഇവിടെ 5 പേർ മരിക്കുകയും ചെയ്തു. ആ രീതിയിലുള്ള ഒരു ഗൗരവസ്ഥ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ റൌഫ് പീഡിയാട്രിഷ്യൻ ആണ്, കൺസൾട്ടൻ്റ് ആണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്, സൂചിപ്പിച്ചതുപോലെ തന്നെ ടെസ്റ്റുകൾ, പരിശോധന, അതായത് മസ്തിഷ്ക ജ്വരമാണെന്ന സംശയം രൂപപ്പെട്ടതോടുകൂടി തന്നെ മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള പനി, അത്തരം രോഗാവസ്ഥയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ്. പക്ഷേ അങ്ങനെ നിരക്കുകൾ കൂടുതൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചൂണ്ടിക്കാണിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ കുളത്തിൽ നിന്നാണ് കുട്ടികൾക്ക് ഈ അസുഖം ബാധിച്ചത്. ഈ അമീബ തലച്ചോറിലേക്ക് വന്നത്, അതായത് കുളത്തിൽ മുങ്ങി കുളിക്കുന്ന സമയത്ത് ശക്തിയായി മൂക്കിലേക്ക് വെള്ളം, അത് തന്നെ ആ കെട്ടിക്കിടക്കുന്ന കുളത്തിൽ ഉൾപ്പെടെ ഒഴുക്കില്ലാത്ത കെട്ടിക്കിടക്കുന്ന ചെറിയ ആഴം കുറഞ്ഞ വെള്ളങ്ങളിലൊക്കെ, വെള്ളക്കെട്ടുകളിലൊക്കെ കുളിക്കുന്നവർക്കാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത്തവണ നമുക്ക് കോഴിക്കോട് മരണം പോലും സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ കുളത്തിൽ നീന്തുകയൊന്നും ചെയ്യാത്ത, അത്തരം ഹിസ്റ്ററി ഒന്നും ഇല്ലാതെ ചെറിയ കൈക്കുഞ്ഞുൾപ്പെടെയുള്ളവർ ഇങ്ങനെ മരണപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. ഇത് ഏറ്റവും സങ്കീർണമല്ല ഒരു തരത്തിൽ നമുക്ക് ഈ കുളത്തിൽ നിന്നല്ലാതെ മറ്റ് കിണറുകളിൽ നിന്നോ മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നോ ടാങ്കുകളിൽ നിന്നൊക്കെ ഈ അമീബ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നു എന്ന് സംശയം ഉളവാക്കുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ തന്നെ സൂചിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ പ്രാഥമികമായും ടെസ്റ്റുകൾ വർദ്ധിക്കുന്നു, ചൂട് കൂടുന്നു, ഭൗമപ്രതിഭാസം ഉൾപ്പെടെയുള്ളത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചൂട് കാലാവസ്ഥയിൽ അമീബയ്ക്ക് കൂടുതൽ വളരാനുള്ള സൗകര്യം ലഭിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് കൃത്യമായൊരു പഠനം നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ ടെസ്റ്റ് കൂടിയതുകൊണ്ട് മാത്രമാണോ, അതല്ല, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുളത്തിൽ നിന്ന് മാത്രമല്ലാതെ മറ്റ് ജലസ്രോതസ്സുകൾ എന്നതിലുപരിയായി നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന കിണറുകളിലും ഈ വാട്ടർ ടാങ്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പലപ്പോഴും കൃത്യമായി ശുചീകരിക്കാറില്ല. ആ രീതിയിൽ നമ്മൾ അങ്ങനെ അത്രത്തോളം പ്രാധാന്യം, അതായത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഒരു സ്രോതസ്സായി ഇത് മാറുന്നു എന്ന് നമുക്ക് പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് അത് വേണ്ടത്ര ബോധവാന്മാരല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആരോഗ്യ പ്രവർത്തനം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കുളത്തിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കിണറും വാട്ടർ ടാങ്കും ഒക്കെ ശുദ്ധീകരിച്ച് അമീബിക് വിമുക്തമാക്കേണ്ട സാഹചര്യം അടിയന്തരമായി വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇക്കാര്യത്തിൽ വിശദമായ പഠനം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതുതന്നെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്.